രാവിലെ മുതൽ കേൾക്കുവാണ് സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോ കേൾക്കുവാണ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇത് മനോരമ ന്യൂസുകാർ കൊല്ലുകയും ചെയ്തു, 24 ന്യൂസുകാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുകയും ചെയ്തു. ഏതാണ് വിശ്വസിക്കേണ്ടത്? അപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആളുടെ ഒരു ഫോട്ടോ, വളരെ സിമ്പിളനായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആള് താമസിക്കുന്ന സ്ഥലത്തെ കുറച്ച് വിഷ്വൽസും വന്നിട്ടുണ്ട്. അന്ന് നമുക്കൊന്ന് കാണാം. അയാൾ ഭാര്യയെ ബന്ധപ്പെടുന്നുണ്ട്, അയാളുടെ ബന്ധുക്കളെ ബന്ധപ്പെടുന്നുണ്ട്, നാട്ടിലെ കാര്യങ്ങളൊക്കെ അയാൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഭാര്യയുടെ മുട്ടുവേദനയും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അയാൾ ചാറ്റിൽ കൂടി അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ നേരത്തെ അക്ബർ പറയുന്നത് പോലെ ഇതൊക്കെയാണ് ആ വിഷ്വല്. അപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 1943 ജനിച്ചു എന്ന് പറയപ്പെടുന്ന സുകുമാരക്കുറുപ്പ് ആളുടെ സിമ്പിളനായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. 2023 എടുത്ത ഫോട്ടോ ആണെന്നാണ് പറയുന്നത്. ഈ കാണിക്കുന്ന ഫോട്ടോ 86 വയസ്സെങ്കിലും കാണും. പോട്ടെ, 3 വയസ്സ് കുറച്ചാ, പോട്ടെ 80 വയസ്സെങ്കിലും കാണും. ആ ആളുടെ ഫോട്ടോ ആണോ ഇത്? എങ്ങാണ്ടെന്നോ ന്യൂസ് ഒന്നും കിട്ടാതിരുന്ന സമയത്ത് വീണ്ടും സുകുമാരക്കുറുപ്പ് കയറി വന്നു. 2 ദിവസത്തേന് സുകുമാരക്കുറുപ്പ് ഭയങ്കര വലിയ സംഭവമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കോ അടുത്ത എന്തെങ്കിലും പരിപാടി വരുമ്പോ സുകുമാരക്കുറുപ്പില്ല. സുകുമാരക്കുറുപ്പിനെ കാണാനില്ല എന്ന് പറയുന്ന പോലെ സുകുമാരക്കുറുപ്പിന്റെ വാർത്തയും കാണത്തില്ല. 2 ദിവസം കഴിയുമ്പം സുകുമാരക്കുറുപ്പോ ആരുടെ അവന്ന് ചോദിക്കും. അത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഈ സുകുമാരക്കുറുപ്പ് എന്തായിരുന്നു ചെയ്തത്? 1968 മറ്റോ എന്ന് തോന്നുന്നു. ഡേറ്റ് കൃത്യമല്ല, വർഷം കൃത്യമല്ല. ചാക്കോ എന്ന് പറയുന്ന ഒരാളെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊന്ന് കത്തിച്ച ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾ ഇവിടുന്ന് മുങ്ങിയത്. പിന്നെ പൊങ്ങിയിട്ടില്ല. പിന്നെ ആളെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, മുംബൈ കണ്ടു, ധാരാവി കണ്ടു, അങ്ങ് കൊച്ചി കടപ്പുറത്തും കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആളിങ്ങനെ ഭയങ്കര എന്താ പറയുന്നത്, അതുകൊണ്ട് വാർത്തകളിൽ ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് ആള് ഭയങ്കര ബ്രഹ്മാണ്ഡ സ്വീകരണമാണ്. ഒരു ദിവസം അല്ലെ 2 ദിവസം മുഴുവൻ വാർത്ത കാണിക്കാൻ വേണ്ടിയുള്ള സാധനമുണ്ട്. ഇപ്പം അണ്ണൻ അവിടെ മറ്റേ ഒരു സ്ഥലത്ത് വാർക്കപ്പണി ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് വാർത്ത. അതായത് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എങ്ങാണ്ട് വാർക്കപ്പണി ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. പോട്ടെ, വാർക്കപ്പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രായം നോക്കണേ. 80-ാമത്തെ വയസ്സിലും അല്ലെ 86-ാമത്തെ വയസ്സിലും ഇപ്പം ആ ചൂരും ചൂടോടും കൂടി ഇപ്പോഴും സിമെന്റ് ചുമന്നുകൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ ഒരു എന്തായിരിക്കും അല്ലെ? നമ്മുടെ നാട്ടിൽ നല്ല 1-ാം തരം ചേട്ടന്മാരുണ്ട്, നന്നായിട്ട് വാർക്കപ്പണിയൊക്കെ ചെയ്യുന്നത്. അവരെ എത്ര ചൂടത്തും സ്ട്രോങ് ആയിട്ട് നിന്ന് പണിയെടുക്കും. സുകുമാരക്കുറുപ്പിന് അതിനുള്ള ആക്കം ഉണ്ടാകുമോ? വടിയായി പോയി കാണും. ഏതായാലും മനോരമക്കാർ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ആള് വടിയായെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് സുകുമാരക്കുറുപ്പ് ചത്തിട്ടില്ല എന്നും പറഞ്ഞ് 24 വന്ന. ഇപ്പൊ വമ്പൻ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ പഴയ DYSP ജോർജ് സാറിന് എന്നാ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. കേസ് ഞാൻ അന്വേഷിച്ച ശേഷം ഇതൊരു DYSP ലെവലിൽ അല്ലെങ്കിൽ SP ലെവലിൽ അന്വേഷിക്കേണ്ട കേസാണല്ലോ. അപ്പം അങ്ങനെയല്ലേ ആ കേസിന്റെ അന്വേഷണം വരുന്നത്. അത് തന്നെയല്ല ഇപ്പോൾ ഇതിനകത്ത് എന്തായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ, സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ എന്ന് വെച്ച് നോക്കിക്കേ. സുകുമാരക്കുറുപ്പിന് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് അനുസരിച്ച് 1943 ഡേറ്റ് ഓഫ് ബർത്ത്. അന്ന് പിടിച്ചെടുത്ത 1943. അപ്പം ഇപ്പം 83 വയസ്സുണ്ട്. ആ പാസ്പോർട്ടിലെ നമ്മുടെ അന്വേഷണത്തിൽ 2-3 വയസ്സ് അയാൾ കുറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു 43 എന്നുള്ളത് 41 ആകാം. അപ്പം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 86 വയസ്സ് കഴിയും. ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആൾക്ക് വയസ്സ് എത്രയുണ്ട് എന്ന് നോക്കിക്കേ. അത് ഇങ്ങനെ ധാരാളം ആൾക്കാരെ ഞങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത ശേഷം ഒത്തിരി പേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ അവിടെ കിട്ടും. ഒരു 4-5 ദിവസമൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിടന്നതിൽ ഇങ്ങനെ ധാരാളം ബിറ്ററായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഈ പറയുന്നതിന്റെ അകത്ത് കാര്യമില്ലേ. 1943 ജനിച്ച മനുഷ്യനാണ്. ഇപ്പോഴും ഊരോടെ ഇരിപ്പുണ്ടെന്ന് എന്താണ് ഒരു ഉറപ്പ്? ഏതോ ഒരു മനുഷ്യനെ സുകുമാരക്കുറുപ്പ് എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആള് എന്നാ പറഞ്ഞ കുടിച്ചുണ്ട് ഉല്ലസിച്ചാർത്ത് ആർത്തിയോടെ ഭക്ഷിച്ച് എവിടെയോ കിടന്നുറങ്ങുന്നു, ഏതോ രാജ്യത്ത് കിടന്നുറങ്ങുന്നു. ഇന്ത്യൻ എന്താ പറയുന്ന പൗരനായിട്ട് മലേഷ്യയിൽ ജീവിക്കുന്നെന്നോ എന്തൊക്കെയാ കേൾക്കുന്നേ. അണ്ണൻ ഇവിടെ ഉണ്ടാകുമോ? അണ്ണൻ ഈ പറയുന്ന പ്രായത്തിൽ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന അണ്ണൻ വടിയായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് അങ്ങേര് കാലം ചെയ്തിട്ട് കുറെ നാളായി കാണും. പിന്നെ വാർത്താ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ പരിപാടി മനോരമക്കാർ എവിടുന്നോ പൊക്കി എടുത്തോണ്ട് വന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നാ സുകുമാരക്കുറുപ്പിനിട്ട് കൊടുത്തേക്കാന്ന് ഓർത്ത് പുള്ളി വടിയായെന്നും പറഞ്ഞു കൊണ്ടുവന്നു. എന്നാ വിട്ടുകൊടുക്കത്തില്ലെന്നും പറഞ്ഞു 24 നമ്മുടെ
ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ ഹാഷ്മിയുടെ വക ആള് വടിയായിട്ടില്ല, ആള് ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്, അവിടെ ഏതോ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കോൺട്രാക്ടറായിട്ട് ജീവിച്ചിരിക്കുകയാണ്. അവിടെ എങ്ങാണ്ടും പാത്തും പതുങ്ങി വാർക്കപ്പണിക്കാരനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആള് ജീവനോടെ ഉണ്ടാവോ കാര്യമോ ഉണ്ടോന്നൊന്നും ഇല്ല. ഇപ്പൊ ഈ 2 ദിവസത്തിന് വാർത്തയൊന്നും ഇല്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഒന്നും കിട്ടാഞ്ഞിട്ട് എടുത്തിട്ടേക്കുന്ന ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ സുകുമാരക്കുറുപ്പിന്റെ വാർത്ത ഏകദേശം തീരും. പോട്ടെ, ഇന്നൊരു ദിവസം പോട്ടെ, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ വാർത്തയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. സത്യം പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ പടം അടുത്ത് ഇറങ്ങാൻ പോവല്ലേ, ഐ ആം ഗെയിം. അപ്പൊ ഇത് ദുൽഖർ സൽമാന്റെ പടത്തിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ? ഇപ്പൊ ഈ കുറിപ്പിനെ കുറിച്ചുള്ള ചർച്ചയൊക്കെ വരുമ്പം ദുൽഖർ സൽമാന്റെ കുറിപ്പ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള ചർച്ച ഇതിന്റെ ഇടയിൽ കൂടെ ആരെങ്കിലും ഒക്കെ എടുത്തിടും. അങ്ങനെ വീണ്ടും അതിൽ കൂടെ ദുൽഖർ സൽമാൻ ചർച്ചയിൽ കയറി വരും. നമ്മുടെ ദുൽഖറിന്റെ പടം. അപ്പൊ പിന്നെ അടുത്ത ആഴ്ച ദുൽഖർ സൽമാന്റെ പടം ഇറങ്ങാൻ പോവല്ലേ എന്നുള്ള ചർച്ച വരും. എന്നാ അതൊന്ന് കണ്ടേ. ഇതെല്ലാം ചെന്ന് നിൽക്കുന്ന ദുൽഖറിലേക്കാണോ? നമുക്കിങ്ങനെ ചുമ്മാ വാർത്ത ഉണ്ടാക്കിയെടുക്കാലോ, മെനഞ്ഞുണ്ടാക്കാലോ. അപ്പൊ ഈ ഭൂലോകത്തിൽ തന്നെ ഇല്ലാത്തവരെ കുറിച്ച് വരെ വാർത്ത ഉണ്ടാക്കാൻ വാർത്താ ചാനലുകാർക്കും വേണ്ട, ഒരു വ്യക്തിക്ക് മതി, ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട്. എന്താണെങ്കിലും കൊള്ളാം. അണ്ണൻ വീണ്ടും ഏറിൽ കയറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും സോഫയിൽ ഇരുന്ന് ഇപ്പം കാല് നീട്ടി വെച്ചു, കൊള്ളാലോ, നമ്മൾ വാർത്ത പിന്നെയും വന്നിട്ടുണ്ടല്ലോ, ഈ വാർത്ത മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. വല്ലോ നമ്മുടെ പറയുന്ന നല്ല ബോഞ്ചിവെള്ളോ നാരങ്ങ വെള്ളമോ ഒക്കെ കുടിച്ച്. എന്തായാലും വാർത്തക്ക് പ്രത്യേകിച്ച് ദാരിദ്ര്യം വരുന്ന സമയത്താണ് ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ നേപ്പാളിൽ നടന്ന സംഭവമൊക്കെ ഭയങ്കര വിഷമകരമായ സംഭവമാണ്. ഒത്തിരി പേരുടെ ജീവൻ പോയി, പെട്ടെന്നുണ്ടായ പ്രളയം, അങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന സമയത്ത് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ന്യൂസും കാര്യങ്ങളും അത് നമ്മൾ കണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരു സുകുമാരക്കുറുപ്പ്. സത്യം പറഞ്ഞ ഉള്ള കാര്യം പറയാലോ, സുകുമാരക്കുറുപ്പിനെ കൊണ്ടല്ല കൊള്ളത്തില്ലാത്ത, ഇവിടുത്തെ പോലീസുകാർക്കാണ് കഴിവില്ലാത്ത. വലിയ സംഭവങ്ങളൊക്കെ കാണിക്കും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ബംഗാളികളെയൊക്കെ പിടിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അങ്ങ് കന്യാകുമാരി വരെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര വരെയോ പോലീസുകാർ പോയി, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ പോലീസുകാർ ഏത് സ്ഥലത്തും പോയി തൂക്കിയിട്ട് വന്നിട്ട് തിരിച്ചു വന്ന് മാസ് BGM ഇട്ടിട്ട് ഇത് താണ്ട കേരള പോലീസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. എന്തേ ആ സെറ്റപ്പ് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ നേരം പറ്റത്തില്ലാത്ത? സുകുമാരക്കുറുപ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ മുള്ളുവോ? നടപടിയില്ലാത്ത കേസാണോ? കേരള പോലീസ് എങ്ങനെ അവിടെ തോറ്റു പോകുന്നത്? പോട്ടെ, കേരള പോലീസ് മാത്രമല്ലല്ലോ, പുള്ളിനെ മറ്റേ വലിയ അന്തർ സംസ്ഥാന കുറ്റവാളിയൊക്കെ ആയിട്ടല്ലേ പ്രഖ്യാപിച്ച. കാരണം മുങ്ങി 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 നടക്കുന്നുണ്ട്. എന്തേ ഒരു പോലീസുകാരന് പോലും പിടിക്കാൻ പറ്റാത്ത? വലിയ സംവിധാനമോ? ഇവിടെ ഭയങ്കര വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരോ പോയി ഒളിച്ചിരുന്ന് ഏതോ ഒരു പുള്ളിയുടെ ഫോട്ടോ എടുത്തു, ഇത് സുകുമാരക്കുറുപ്പാന്നും പറഞ്ഞു. അണ്ണൻ സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് എന്നാണ് ഒരിത്. എന്നിട്ട് സുകുമാരക്കുറുപ്പ് കൃത്യമായിട്ട് മറ്റേ വീട്ടിലേക്ക് എന്താ പറയുന്നേ, ഭാര്യയുടെ വിശേഷവും ഭാര്യയുടെ മുട്ടുകാലിന്റെ വേദനയും മുട്ടയിൽ മറ്റേ മുറിവെണ്ണ തേക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേ വേദന പോകാനുള്ള കുഴമ്പിടുന്നുണ്ടോ, ഇതൊക്കെ സുകുമാരക്കുറുപ്പ് അന്വേഷിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ഒന്ന് ഫോൺ ടാപ്പ് ചെയ്തല്ലേ, ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പം സുകുമാരക്കുറുപ്പിനെ പൊക്കാനായിട്ട് എന്നാ പാടിരിക്കുന്നേ? ആർക്കാ പറ്റത്തില്ലാത്ത? കൊള്ളാം കൊള്ളാം കൊള്ളാം. വാർത്തയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സംഭവം ഇത്രയേ ഉള്ളൂ. ആള് വടിയായെന്നും പറഞ്ഞ് ആ കേസങ്ങ് ക്ലോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് എന്നാ പിന്നെ 24-കാരായിരിക്കത്തില്ല, ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ ചുമ്മാ അണ്ണനെ തട്ടാൻ അല്ല ഇല്ലെന്നുള്ളത്, ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് അങ്ങനെ വെറുതെ പറയണ്ട. ആള് ജീവനോടെ ഉണ്ടെന്ന് തന്നെ അങ്ങ് ഇരിക്കട്ടെ. ചുമ്മാ ഒരു തിരി അങ്ങ് കൊളുത്തി വിട്ടു, പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി 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 ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓണം തീരുന്നേ ഉള്ളൂ. അതിനകത്ത് തന്നെ സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ. അവിടെ സുകുമാരക്കുറുപ്പിനെ കണ്ടു, ഇവിടെ സുകുമാരക്കുറുപ്പിനെ കണ്ടു, പക്ഷെ കണ്ടിട്ട് എന്നാ പിടിക്കാൻ പറ്റാത്ത? എന്തേ നിക്കറൽ അപ്പിട്ട് പോവോ? പേടിയാണോ? പേടി. ആള് ജീവനോടെ ഉണ്ടോ ഇല്ലയോന്ന് പോലും തീർച്ചയില്ലാത്ത എങ്ങാണ്ടോ ഒരു വീടിന്റെ വീഡിയോയും ഒരു ഫോട്ടോയും, ഇതാണ് സുകുമാരക്കുറുപ്പ് എന്നും പറഞ്ഞ് ഒരു ഫോട്ടോയും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങാണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ അവിടെ വാർക്കപ്പണിയോ? ആ കൺസ്ട്രക്ഷൻ കമ്പനി പണിയെടുത്തോണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞു, വാർക്കപ്പണിയാണോ? നമ്മുടെ ഈ എന്നാ പറയുന്നത്, വാർക്കപ്പണിക്കാർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്, വാർത്തയാണ് കൊടുക്കുന്നത്. ആളെന്ന പോലെ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുക, എന്നാ പിടിക്കാൻ പറ്റത്തില്ലേ?
ഒരു പോലീസിനെ കൊണ്ട് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പറ്റത്തില്ലേ? ഇവിടെ കുറ്റവാളികളെ പിടിക്കാൻ പോലീസിന് ആ ഒരു ഇതില്ലേ? ചുമ്മാ എന്നെ ആണേലും കൊള്ളാം, നല്ല രസമാണ് വാർത്തയൊക്കെ കണ്ടിരിക്കാൻ. സുകുമാരക്കുറുപ്പിന്റെ ജനനം മുതൽ സുകുമാരക്കുറുപ്പിന്റെ ജീവിത വഴി, മറ്റേ ആളെ ശരിയാണ്, മറ്റൊരാളുടെ ജീവൻ അപഹരിച്ചിട്ട് പോയതാണ്. അതിനൊരു ഇതുവരെ ഒരു തുമ്പുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആള് രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിച്ചു, ഉച്ചയ്ക്ക് നല്ല മീൻകറി കൂട്ടി ചോറുണ്ടു, വൈകുന്നേരം ചപ്പാത്തിയും മുട്ടയാണ് കഴിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പി കുടിക്കും. കോള സുകുമാരക്കുറുപ്പ് പുള്ളി ഉണ്ടോ? നാണക്കേടാണ് പുള്ളിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക, ഇല്ലെങ്കിൽ ആ കേസ് ക്ലോസ് ചെയ്യാമെങ്കിൽ ക്ലോസ് ചെയ്യും. നാണക്കേടാണ് കേരള പോലീസിന്.